ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉള്ളിയും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഈ ഒരു നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഇതുപോലെ ഒറ്റയായിട്ട് കിടക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഉള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 നുള്ള് പെരിഞ്ജീരകപ്പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് റസ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 2ആയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 9 റസ്ക് ആണ്. പക്ഷെ അതിൽ 8 എണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത്രയും മതി. നമ്മൾ ഈ ഒരു ഉള്ളിയുടെ അളവനുസരിച്ച് ഇത്രയും റസ്ക് മതി. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു 3 സബോളയ്ക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സബോള എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കറക്റ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ റസ്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. 9 റസ്ക് പൊടിച്ചതാണ്. ഇപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു വലിയ സ്പൂൺ അളവിൽ 4 ടേബിൾ സ്പൂണോളം നിറയെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് സാധാരണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് കൂട്ടിപ്പിടിക്കേണ്ട ആ ഒരു പരുവാണ് കറക്റ്റ് പരുവം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ്. അത് നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കയ്യിൽ ഓയിലോ അല്ലെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും ഒരു പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാനും ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ദാ ഒരെണ്ണം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും കുറച്ചെടുക്കുക, കൈയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഒരു പീസ് വെച്ച് കൊടുക്കുക. അതൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള അത്രയും ഉള്ളി എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ ഒരു എണ്ണ ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുള്ള സ്പേസേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ പൊട്ടിപ്പോവും. നോൺ സ്റ്റിക്കിൻ്റെ കടായിയല്ല, ഇതുപോലുള്ള കടായിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് ആകുമ്പോൾ ഒന്നിത് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടി പിടിച്ചിട്ട് ആ ഒരു അടിഭാഗം കരിഞ്ഞു പോവും. എണ്ണയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നതിന് ശേഷം ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ എത്ര എണ്ണമാണോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുള്ളൂ. ഇപ്പോൾ അതാ കറക്റ്റ് പരുവത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല, അതോർത്ത് പേടിക്കണ്ട. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അത്രയും എണ്ണ തന്നെ ഇപ്പോൾ ദാ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴും ഉണ്ട്. അപ്പോൾ ദാ ഉള്ളിയും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.